ഉക്രൈന്റെ വടക്ക് കിഴക്കൻ അതിർത്തി നഗരമായ ഖാർക്കീവിനെ നടുക്കിക്കൊണ്ട് റഷ്യ വീണ്ടും വിനാശകരമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തുടർച്ചയായി ഉണ്ടായ ശക്തമായ സ്ഫോടന പരമ്പരകളിൽ 4 നിരപരാധികളായ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 10ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഭീകരത പൂർണ്ണമായും പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങളാണ് ഖാർക്കീവിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഖാർക്കീവ് നഗരത്തിലും സമീപ പ്രദേശമായ ചിക്കുയീവിലുമാണ് റഷ്യൻ മിസൈലുകളും ആയുധധാരികളായ ഡ്രോണുകളും ഒരേ സമയം പതിച്ചത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും. മിസൈലുകൾ പതിച്ച ആഘാതത്തിൽ ബഹുനില കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ തകരുകയും പലയിടങ്ങളിലും വൻതോതിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. റോഡുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പാടെ കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. ആക്രമണം നടന്നയുടൻ തന്നെ പ്രാദേശിക ഭരണകൂടവും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ഭയത്തിലാണ് അധികൃതർ. പരിക്കേറ്റവരെ അടിയന്തരമായി സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ സംഘം നൽകുന്ന വിവരം. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും തീവ്രവും ക്രൂരവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇരുവിഭാഗവും അതിർത്തികൾ ഭേദിച്ച് ദീർഘദൂര മിസൈലുകളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുകയാണ്. ഉക്രൈന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ തങ്ങളുടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചപ്പോൾ റഷ്യയുടെ ആഭ്യന്തര മേഖലകളിലേക്ക് ഡ്രോണുകൾ അയച്ചാണ് ഉക്രൈൻ ഇതിന് മറുപടി നൽകുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം എപ്പോഴും അവകാശപ്പെടുന്നത് തങ്ങൾ ഉക്രൈനിന്റെ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് വിപരീതമാണെന്ന് ഖാർക്കീവിലെ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന വീടുകളും ആശുപത്രികളും വിദ്യാലയങ്ങളുമാണ് റഷ്യൻ ബോംബുകളിൽ തകരുന്നത്. ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും സാധാരണക്കാരുടെ മരണസംഖ്യ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഉയരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 10,000-കണക്കിന് നിരപരാധികളായ പൗരന്മാരാണ് ഇതിനോടകം കൊല്ലപ്പെടുകയോ അംഗഭംഗം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഒരു തലമുറയെ മുഴുവൻ അനാഥമാക്കിക്കൊണ്ട് ഈ യുദ്ധം മുന്നോട്ടു പോകുമ്പോൾ ലോകശക്തികൾക്ക് ഇതൊരു സ്ഥിതിവിവര കണക്ക് മാത്രമായി മാറുന്നു എന്നത് ക്രൂരമായ യാഥാർത്ഥ്യമാണ്. വടക്ക് കിഴക്കൻ ഉക്രൈനിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഖാർക്കീവ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ റഷ്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. റഷ്യൻ അതിർത്തിയോട് ചേർന്നു കിടക്കുന്നതിനാൽ ഈ നഗരത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് സൈനികമായി റഷ്യയ്ക്ക് വലിയ നേട്ടമാകും. അതുകൊണ്ട് തന്നെ നഗരത്തെ പൂർണ്ണമായും തകർത്ത് ജനങ്ങളെ ഭയപ്പെടുത്തി ഒഴുക്കിവിടാനാണ് മോസ്കോ ശ്രമിക്കുന്നത്. തുടർച്ചയായ ബോംബാക്രമണങ്ങൾ ഖാർക്കീവിലെ ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും മുകളിൽ നിന്ന് മരണദൂതുമായി മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിലാണ് ഇവിടുത്തെ ഓരോ കുടുംബവും കഴിയുന്നത്. സൈറണുകൾ മുഴങ്ങുമ്പോൾ ഭൂഗർഭ അറകളിലേക്ക് ഓടി ഒളിക്കുന്നത് ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതിയും കുടിവെള്ളവും പലപ്പോഴും ഈ ആക്രമണങ്ങളിൽ ഇല്ലാതാകുന്നു. അന്താരാഷ്ട്ര സമൂഹം റഷ്യയുടെ ഈ നരനായാട്ടിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും വ്ളാഡിമിർ പുടിന്റെ യുദ്ധമോഹങ്ങളെ തണുപ്പിക്കാൻ പര്യാപ്തമായിട്ടില്ല. ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തന്ത്രപരമായ പിന്തുണ റഷ്യയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ പ്രതിരോധം തീർക്കുന്നത്. ഈ യുദ്ധത്തിന് ഒരു സൈനിക പരിഹാരം സാധ്യമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇരുപക്ഷവും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചർച്ചകളിലൂടെയുള്ള സമാധാനം എന്നത് വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു. ഓരോ ദിവസവും യുദ്ധം നീണ്ടുപോകുമ്പോൾ കൂടുതൽ ജീവനുകളാണ് പൊലിയുന്നത്. ഖാർക്കീവിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങൾ ലോക മനസാക്ഷിയെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും.